ഹലോ ഡിയേഴ്സ്. സാധാരണ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് ഒരു 3 വീക്സ് ആയിട്ട് ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന സംഭവം ഇന്ന് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഒരേപോലെ ഫേസ് ചെയ്തു വരുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളതും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് പ്രൂഫ് ആയിരിക്കും ഞാൻ ഈ ഒരു വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് റോസ് പെറ്റൽസ് ബൈ റോസേ. ആദ്യം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് നമ്മളുടെ ഫോണിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചില സോഷ്യൽ മീഡിയ ആപ്സ് ഉണ്ടാവും. ഇപ്പൊ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ മെസ്സഞ്ചർ, നമ്മൾ ഷോപ്പിംഗ് ആപ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ആപ്സിൽ നിന്നൊക്കെ കുറച്ച് നാളത്തേക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നതിനെയാണ് സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിന് കുറച്ച് ഇംപ്രൂവ്മെന്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ നമ്മൾ ഒരു ഡീടോക്സിംഗ് പരിപാടി നമ്മൾ ചെയ്യാറ്. ഇപ്പൊ എന്റെ കേസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ഫോൺ അഡിക്ഷൻ ഏറ്റവും കൂടുതലാവുന്നത് ഞാൻ യുഎയിൽ എത്തിയതിനു ശേഷമാണ്. അതായത് കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പം എനിക്കിതെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് സിറ്റിയിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്തേക്കാണ്. സോ എനിക്ക് അവിടെ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പേർപ്പസിനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ റൂമിൽ തന്നെ ആയിരുന്നു. ഇപ്പം പുറത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാലും ഈ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. അത് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും പൊടി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും എന്റെ റൂമിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഞാൻ ഈ ഫോൺ അഡിക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒന്നും ഞാൻ ഇങ്ങനെ വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫോൺ ഞാൻ ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്കൊരു തോട്ട് വന്നു തുടങ്ങി. ഇത് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് എന്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും എനിക്ക് കിട്ടുന്നില്ല. രാവിലെ ഇപ്പൊ നമ്മൾ ഇരുന്ന് കുറച്ചു നേരം നോക്കി നമ്മൾ മടുത്തു കഴിഞ്ഞാൽ പിന്നെ കിടന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഫോൺ കൊണ്ടുപോകും. എനിക്ക് എപ്പോഴും ഇത് എന്റെ അടുത്ത് വേണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാം മാത്രം ഞാൻ ഒരു ദിവസം 4-5 മണിക്കൂർ മാത്രമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അതായത് ഇപ്പൊ യൂട്യൂബ് അല്ല, അല്ലെങ്കിൽ വേറെ ആപ്സിനെ പറ്റിയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റഗ്രാം മാത്രം ഞാൻ അത്ര മണിക്കൂർ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ടോട്ടലി ഒരു ദിവസം ഒരു 10-12 മണിക്കൂറോളം ഞാൻ ഫോണിൽ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യും. ഞാൻ ഇവിടെ എന്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഞാൻ എന്റെ തുടക്ക സമയങ്ങളിൽ ഞാൻ എന്തോരം യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ള എന്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. കാരണം ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് എനിക്ക് എക്സ്ട്രീം ആണ്. പക്ഷെ ഇത് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. കാരണം എനിക്ക് വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. ഇത് എപ്പോഴാണ് ഞാൻ ഇത് കംപ്ലീറ്റ്ലി നിർത്തണം എന്ന് വിചാരിച്ചെന്ന് വെച്ചാല്, എനിക്ക് മനസ്സിലായി തുടങ്ങി എന്നെ ഇത് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ ബാധിച്ചു തുടങ്ങിയത്. ഇപ്പൊ ഫിസിക്കലി എന്നെ ബാധിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, എനിക്ക് ഈ കഴുത്തിന്റെ അവിടുന്ന് ഈ ഒരു പോർഷനിലേക്ക് വരെ എനിക്ക് പെയിൻ ഇറങ്ങി തുടങ്ങി. അതായത് നമ്മൾ കുനിഞ്ഞിങ്ങനെ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ അങ്ങനെ നോക്കി എനിക്ക് പെയിൻ ഇറങ്ങി തുടങ്ങി. അതെനിക്ക് നടുവിലേക്ക് ആയിട്ട് മാറിക്കൊണ്ടിരുന്നു. ഇനി അത് മാത്രമല്ല, എനിക്ക് എന്റെ ഈ വിരലിന്റെ അവിടുന്ന് താഴേക്ക് ഈ ജോയിന്റിലേക്ക് എനിക്ക് പെയിൻ ഇറങ്ങി തുടങ്ങി. അത് വേറൊരു പ്രശ്നമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിങ്ങനെ സ്ക്രോളിംഗ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ഫോണാണ് നമ്മൾ കയ്യിൽ പിടിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനത്തെ ഒരു പെയിനും കൂടി ഇറങ്ങി തുടങ്ങി. അപ്പോഴൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഇത് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇമോഷണലി ഇത് നമ്മളെ വൾണറബിൾ ആക്കിക്കൊണ്ടിരിക്കും. അതായത് ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് ദേഷ്യം വരിക, അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കരയുക, ഭയങ്കര സെൻസിറ്റീവ് ആവുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓവർ സ്ട്രെസ് എടുക്കുക. ഇനി അത് മാത്രമല്ല, നമുക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ വരും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം എന്റെ ഹസ്ബൻഡും ഞാനും കൂടി ഇരുന്ന ഒരു റീല് കാണുവാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന 1 മിനിറ്റ് ഉള്ളൊരു റീലായിരിക്കും. ആ റീല് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് ഞാൻ നെക്സ്റ്റിലേക്ക് പോകും. കാരണം എനിക്കത് ഒരു ടെൻഡൻസി ആണ്. എനിക്കത് 1 മിനിറ്റ് ഉള്ളൊരു റീല് വരെ കംപ്ലീറ്റ് ആയിട്ട് കാണാനുള്ള ഒരു മെന്റാലിറ്റി എനിക്കില്ല. ഞാൻ ഇങ്ങനെ അത് എപ്പോഴും സ്ക്രോൾ ചെയ്ത് നമുക്കതൊരു ശീലമായി, ആ ഒരു പേഷ്യൻസ് ഇല്ലാണ്ടായി വരുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്ലീപ്പിനെയും നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. ഇപ്പൊ ആ സമയത്തൊക്കെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു 1 മണി, 1:30, 2 മണി ആ ടൈമിലൊക്കെ ആയിരുന്നു ഉറങ്ങുന്നത്. അത് ഉറങ്ങുന്നത് മാത്രമല്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പതുക്കെ പലപ്പോഴായിട്ട് എണ്ണിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ എണ്ണിക്കുമ്പോൾ നമുക്കൊരു എനർജി ഇല്ലാത്തൊരു ഫീല് വരും, ഭയങ്കര എന്തോ സ്ട്രെസ് ഉള്ള പോലത്തെ ഒരു ഫീല് വരും. എല്ലാം കൊണ്ടും ഒരു നെഗറ്റിവിറ്റിയാണ് നമുക്ക് ആ ടൈമിൽ ഫീൽ ചെയ്യുന്നത്.
അങ്ങനെ ഇതെല്ലാം കൂടി ആയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എനിക്കിത് ശരിയാവില്ല. അതായത് ഇത് കംപ്ലീറ്റ്ലി ഞാൻ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യമാണ് എന്റെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞാൻ ഓഫ് ചെയ്യുക. അതായത് ഏറ്റവും ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ മാത്രം നോട്ടിഫിക്കേഷൻ ഞാൻ ഓൺ ചെയ്ത് വെച്ചു. ഇപ്പൊ ഇമെയിലിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ആപ്സ്, യൂട്യൂബ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, എല്ലാത്തിന്റെയും ഷോപ്പിംഗ് ആപ്സ്, അതെല്ലാത്തിന്റെയും ഞാൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പല ദിവസങ്ങളിൽ തോന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയിട്ട് നമ്മൾ ഈ ഫോൺ എടുത്ത് ഇപ്പൊ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തെന്ന് വിചാരിക്കുക. അപ്പോഴായിരിക്കും നമുക്കൊരു റീൽ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരിക. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനൊരു ടെൻഡൻസി വരും, അത് ഓപ്പൺ ആക്കി നോക്കുക, അതിൽ എന്താണുള്ളതെന്ന് അറിയാനായിട്ട്. പിന്നെ അത് കണ്ടു കഴിയുമ്പോൾ അതിന്റെ താഴേക്ക് പോകും, പിന്നെ നമ്മൾ അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഈ ഫോണിന്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് കംപ്ലീറ്റ്ലി അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. എനിക്കിപ്പോ അതിനോട് അങ്ങനെ ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ കുറച്ചൊക്കെ എന്റർടൈൻമെന്റ് വേണം. അതായത് ഇതൊക്കെ ഒരു ലിമിറ്റഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗ് ഔട്ട് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറയുന്ന ലോഗ് ഔട്ട് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചില എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്സിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ലോഗ് ഔട്ടിന്റെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ, നമ്മുടെ മൈൻഡ് നമുക്കൊരു റിമൈൻഡർ തരും, നീ ഇന്നത്തെ ദിവസം ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു റിമൈൻഡർ തരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 hour ടൈമർ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതായത് ഇപ്പം 1 hour ടൈമർ സെറ്റ് ചെയ്ത് വെച്ചാലും നമ്മൾ എപ്പോഴും ഫോൺ നോക്കിയിരിക്കുകയല്ല, ഇത് 1 hour ആവുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് 1 hour എന്നുള്ള ഒരു ടൈമർ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, എന്തോ ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു ഓപ്ഷൻ വരും. അതായത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് റിമൈൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റിമൈൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തോളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ അത് ഒരുപാടായി പോകരുത്, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകരുത്. അതല്ലാതെ അങ്ങനെ ചെയ്യുവാണെങ്കിലും നല്ലതാണ്. നമുക്കിപ്പോ അടുത്ത ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഒന്ന് പറഞ്ഞേക്കുക, ഇതുപോലെ ഞാൻ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്തേക്കാണ്, മേ ബി നിങ്ങളുടെ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടില്ല എന്ന് വരും, എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ഒന്ന് കോൾ ചെയ്യൂ എന്നുള്ള രീതിയിലൊക്കെ പറയുവാണെന്നുണ്ടെങ്കിലും അതും കുറച്ചുകൂടെ നല്ലതാവും. ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഫ്രീ ടൈമായിട്ട് കുറെ സമയങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ എന്ത് നമ്മൾ ആ ടൈമിൽ ചെയ്യും എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്തൊരു ഡൗട്ട് വരിക. ആ സമയത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ലാംഗ്വേജ് പുതുതായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ്, ഇപ്പൊ നമുക്ക് ഒരുപാട് ഫ്രീ ഓഫ് കോസ്റ്റിൽ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇപ്പൊ എന്റെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ലാത്തൊരു സ്കില്ലാണ് പടം വരയ്ക്കുക എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പടം വരയ്ക്കാൻ പഠിക്കണം എന്നൊക്കെ, പക്ഷെ എനിക്കത് അറിയത്തില്ല. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് ഒക്കെ, എനിക്ക് തുടക്കക്കാർക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് ഒക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി കണ്ടുപിടിച്ച് അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചൊരു ബുക്കാണ് ഇത്. ഈ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പടങ്ങളൊക്കെ ഞാനിപ്പോൾ ഇരുന്ന് വരയ്ക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ പിൻട്രസ്റ്റ് നോക്കി ഞാൻ കണ്ടുപിടിക്കുന്നതാണ്. സോ എന്റെ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ എനിക്ക് അത്രയും ടൈം കളയുന്ന, അതായത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെയാണ് റീഡിങ് ഹാബിറ്റ്. അതായത് എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ അത് അങ്ങനെ എപ്പോഴും ചെയ്യുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ നിലവിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഓജോ ബോർഡ് എന്ന് പറയുന്ന ഒരു ഹൊറർ നോവലാണ്. അതാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഞാൻ എക്സസൈസും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. സോ ഇതൊക്കെ എന്റെ ടൈം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. സോ നിങ്ങൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് നമുക്ക് അങ്ങനെ എമൗണ്ട് കൊടുത്ത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജേർണലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന പല കഴിവുകളുണ്ടാവും. ഇപ്പൊ എഴുതുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പല പല ടാലന്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ അവരവരുടെ ടൈം അങ്ങനെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും.
ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലതായിട്ട് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അതായത് എന്റെ ബോഡിയിൽ കുറെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം സ്ലീപ്പും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ഒരു 1 അവർ മുൻപ് ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെക്കണം തീരുമാനിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ മാറ്റി വെക്കുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. രാവിലെ എണ്ണിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ നേരത്തെ ഞാൻ എന്റെ ടൈം എന്ന് പറയുന്നത് 4 അവേഴ്സ് 5 അവേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാം തന്നെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാനത് 1 അവർ അല്ലെങ്കിൽ 1 അവർ 10 മിനിറ്റ്സ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി. ഞാൻ ഇതിന്റെ മുകളിൽ എന്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. അങ്ങനത്തെ ഒക്കെ ഓരോ ചേഞ്ച് വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഓർത്തിട്ട് ഒരു സന്തോഷം വരാം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്, പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വരും. അപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയ ഒരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.